നമ്മൾ നിരന്തരമായ കടുവാഭീതിയെ തുടർന്ന് വയനാട് പുൽപ്പള്ളി വനാതിർത്തി മേഖലയിലെ കർഷകർ കന്നുകാലികളെ വിറ്റൊഴിവാക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വണ്ടിക്കടവിൽ 5 പശുക്കളെയാണ് വിറ്റൊഴിവാക്കിയത്. വണ്ടിക്കടവ് വനത്തിൽ ഗോത്ര വയോധികനെ കടുവ കൊന്നത് ക്ഷീരമേഖലയ്ക്ക് തിരിച്ചടിയായി. കാടിറങ്ങുന്ന കടുവയടക്കമുള്ള വന്യജീവികൾ വളർത്തുമൃഗങ്ങളെ പിടികൂടാൻ സാധ്യതയുണ്ട് എന്ന വനംവകുപ്പിന്റെ മുന്നറിയിപ്പും ക്ഷീരമേഖലയിൽ നിന്ന് കർഷകർ പിൻവാങ്ങാൻ കാരണമാവുകയാണ്. ദീപക് മോഹൻ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ. കടുവാപ്പേടി അത് കർഷകരെ ഇപ്പോൾ തങ്ങളുടെ കാലികളെയെല്ലാം വിറ്റൊഴിവാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുകയാണോ? സുജയ, വ്യക്തമായില്ല, ഒന്നുകൂടി പറയാമോ? എല്ലാവരും കന്നുകാലികളെ വിൽക്കുകയാണോ ദീപക്? സുജയ, അതായത് നാടിറങ്ങുന്ന കടുവകളെ പോലുള്ള വന്യജീവികൾ ഈ കന്നുകാലികളെ പിടികൂടുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം പലർക്കും താങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാണ് മിക്ക ആളുകളും പുൽപ്പള്ളി വണ്ടിക്കടവ് മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ പശുക്കളെ വിറ്റൊഴിവാക്കുന്നത്. സാധാരണ രീതിയിൽ കറവയുള്ള പശുവൊക്കെ ആണെങ്കിൽ 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയൊക്കെ ലഭിക്കും. പക്ഷേ ഈ കാടിറങ്ങുന്ന കടുവകളൊക്കെ ഇത്തരത്തിലുള്ള പശുക്കളെ ആക്രമിച്ച് കൊല്ലുകയാണെങ്കിൽ അതിന് ലഭിക്കുന്ന നഷ്ടപരിഹാരം ആ തുക കൊണ്ട് ആടുകളെ വാങ്ങാൻ പോലും കഴിയുകയില്ല എന്നാണ് കർഷകർ പറയുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ, അതായത് കഴിഞ്ഞ ഈ 2 ആഴ്ചക്കിടെ തന്നെ 5ഓളം പശുക്കളെ വണ്ടിക്കടവിലെ ആളുകൾ വിറ്റ് ഒഴിവാക്കി. മാത്രമല്ല ഈ ഗോത്ര വയോധികനെ കടുവ ആക്രമിച്ച് കൊന്ന സമയത്ത് വളർത്തുമൃഗങ്ങളെ പിടികൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ മുന്നറിയിപ്പൊക്കെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നു. അതുകൊണ്ടൊക്കെ തന്നെ വലിയ ഭയത്തിൽ തന്നെയാണ് ക്ഷീരമേഖല. മാത്രമല്ല ഈ പശുക്കളെ അല്ലെങ്കിൽ കന്നുകാലികളെ മേയാൻ വിടാനോ അല്ലെങ്കിൽ ഇവയ്ക്ക് വേണ്ടിയുള്ള പുല്ലരിയാൻ തുറസായ സ്ഥലത്ത് പോയിരുന്ന് പുല്ലരിയേണ്ട ഒരു സാഹചര്യമൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. കാരണം അവിടെയൊക്കെ തന്നെ കടുവാ ഭീതിയിലുണ്ട്. ഇപ്പോൾ ഈ ആക്രമണകാരിയായ കടുവയെ വനംവകുപ്പ് പിടികൂടിയെങ്കിലും മറ്റു 2 കടുവകൾ കൂടി അവിടെ ഉണ്ട് എന്ന് വനംവകുപ്പിന്റെ ക്യാമറ ട്രാപ്പിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കടുവകളൊന്നും തന്നെ ആക്രമണകാരികളല്ല എന്നുള്ളതാണ് ഒരു കാര്യം. മാത്രമല്ല മറ്റൊരു കാര്യം, പ്രജനനകാലം, ഈ കടുവകളുടെ പ്രജനനകാലമായതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള കന്നുകാലി വളർത്തുന്ന അങ്ങനെയുള്ള ആളുകൾ, ഉപജീവനം കന്നുകാലി വളർത്തലായി കൊണ്ട് നടക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ക്ഷീരമേഖലയെ പിന്നോട്ടടുപ്പിക്കുകയാണ്. അതോടൊപ്പം ക്ഷീര കർഷകരും വലിയ മനമെടുത്താണ് തങ്ങളുടെ കിടാരികളെയും പശുക്കളെയും ഒക്കെ വിറ്റൊഴിവാക്കുന്ന ഒരു സാഹചര്യമുള്ളത്. സുജയ, വിവരങ്ങൾ നൽകിയത് ദീപക് മോഹനാണ്.